നിങ്ങളും ഒരു ഇഡിയറ്റ് ആണോ? യെസ്, കേട്ടത് ശരി തന്നെയാണ്. ഇഡിയറ്റ് അഥവാ ഇൻ്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിനെയാണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത്. ഇത് പുതിയൊരു ടൈപ്പ് സിൻഡ്രോമാണ്. അതായത് ഒരു പേഷ്യൻ്റ് ഇൻ്റർനെറ്റിലുള്ള ഇൻഫർമേഷൻ മൊത്തമായി വിശ്വസിക്കുകയും അതുമൂലം സ്വന്തം ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റേ എടുക്കാതെ വരികയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആൾട്ടറേഷൻ വരുത്തുന്ന ഈ പ്രവണതയാണ് ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പുതിയതായി പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വരികയുണ്ടായി. പേഷ്യൻറ്റിന് ബ്രഷ് ചെയ്യുമ്പോൾ ഗമ്മിൽ നിന്ന് ചെറിയ രീതിയിൽ ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു പ്രശ്നം. ഇതവൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ അവന് പല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടി. അതിലൊന്നായിരുന്നു ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ, പിന്നെ ഒന്ന് ക്രോണിക് ലിവർ ഡിസീസ്. ഓക്കെ, ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും എൻ്റെ കൗൺസിലിംഗ് മൂലം അവനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയും ചെയ്തു. 1 to 2 വീക്സ് കൊണ്ട് തന്നെ ഇതിനെ ഞാൻ പ്യൂറായിട്ട് ക്യൂർ ചെയ്ത് ഇവനെ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. സിമ്പിളായിട്ടുള്ള മോണരോഗം ഇത്രയും വലിയൊരു മാറാരോഗമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ട്? ഇത് തന്നെയാണ് ഇഡിയറ്റ് സിൻഡ്രോം. ഇൻ്റർനെറ്റിൽ വരുന്ന എല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അസുഖം ഏതാണെന്ന് ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. അതായത് അതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് അവരെ കൂടെ ഒപ്പീനിയൻ ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.